കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് ഇടിച്ച് 6 പേർക്ക് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷ യാത്രക്കാരായ കർണാടക സ്വദേശികളാണ് മരിച്ചത്. ബസ് നിയന്ത്രണം വിട്ട 2 ഓട്ടോറിക്ഷകളിലും ബസ് കാത്തുനിൽക്കുന്നവരെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടമുണ്ടാക്കിയ കർണാടക RTC ബസിന്റെ ഡ്രൈവർ നിജിലിംഗപ്പയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ഉച്ചയ്ക്ക് 1:15 അപകടം. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കറങ്ങിത്തിരിഞ്ഞ ബസ് പിന്നോട്ട് പോയി റോഡരികിലുള്ള കൈവരികൾ തകർത്ത് ബസ് കാത്തിരിക്കുന്നവരെ ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിലിടിച്ച് റോഡിന് പുറത്തേക്ക്. അപകടത്തിൽപ്പെട്ടവരെ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും മംഗലാപുരത്തെ ആശുപത്രിയിലും എത്തിച്ചു. ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് 6 പേര് മരിച്ചു. 2 പേര് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലാണ്. അതിൽ ഒരാളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. തിരിയുന്ന സൗണ്ട് കേട്ട് അത് കേട്ടപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടി കടിച്ച്, പിന്നെ ബസ്സിൻ്റെ ബാക്ക് തട്ടി ഞാൻ തെറിച്ച്, പിന്നീട് കാണിച്ചു വണ്ടി മറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. നിയമലംഘനത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് MLA-മാരായ NA നെല്ലിക്കുന്നും AKM അഷറഫും ആവശ്യപ്പെട്ടു. കർണാടക RTC ബസ്സുകൾ നിരന്തരമായി നിയമലംഘനം നടത്തുന്നതും ഡ്രൈവർമാർ കൂളും ഹാൻഡ്സും പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നതും പതിവാണ്. നാട്ടുകാർ നിരന്തരമായി പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ അപകടം. അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.